ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ശരിക്കും ഒരു വിരോധാഭാസമാണ്. ഒരു വശത്ത് നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പുതിയ റെക്കോർഡുകളുണ്ടാക്കി മുന്നോട്ട് കുതിക്കുന്നു. പക്ഷേ നമ്മുടെയൊക്കെ കാര്യം നോക്കിയാലോ, ജീവിത ചെലവ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈയൊരു ചോദ്യം സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും വന്നിട്ടുണ്ടാകും അല്ലേ? ശമ്പളം കൂടുന്നില്ല, പക്ഷെ സാധനങ്ങളുടെ വിലയോ റോക്കറ്റ് പോലെയാ മുകളിലോട്ട് പോകുന്നത്. സ്കൂൾ ഫീസ്, ഹോസ്പിറ്റൽ ബില്ല്, അങ്ങനെയെല്ലാം. പക്ഷേ TV വെച്ചാൽ കാണുന്നത് സെൻസെക്സ് പുതിയ റെക്കോർഡിട്ടു എന്നൊക്കെയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം? ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. യാതൊരു രാഷ്ട്രീയവും പറയാതെ കണക്കുകൾ വെച്ച് എന്താണ് ഈ അന്തരമെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. സാധാരണ നമ്മൾ കേൾക്കുന്നത് രാജ്യം വളരുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടും എന്നല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ അത് സംഭവിക്കാത്തത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം വളരെ ലളിതമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ വലിയ കമ്പനികളുടെ പ്രകടനമാണ് കാണിക്കുന്നത്, അല്ലാതെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥയല്ല. ഈ രണ്ടും ഒന്നല്ല, രണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിൻ്റെ എല്ലാം തുടക്കം. നോക്കൂ, വെറും 2-3% അത്രയുള്ളൂ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് പണം മുടക്കുന്നവരുടെ എണ്ണം. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ബാക്കിയുള്ള 97% ആളുകൾക്കും, അതായത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും, ഈ മാർക്കറ്റ് കയറുന്നതോ ഇറങ്ങുന്നതോ നേരിട്ടൊരു ഗുണവും ഉണ്ടാക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം ഓടുന്നത് മാസശമ്പളം കൊണ്ടും മറ്റു ചെറിയ വരുമാനങ്ങൾ കൊണ്ടുമാണ്. അപ്പോൾ ആളുകൾ ബുദ്ധിമുട്ടുമ്പോഴും മാർക്കറ്റ് എങ്ങനെയാ കയറുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കമ്പനികൾക്ക് ലാഭം കൂട്ടാൻ ആൾക്കാരെ പിരിച്ചുവിട്ടാൽ മതി. ഇത് കമ്പനിയുടെ ഷെയറിന് നല്ലതാണ്, പക്ഷെ തൊഴിലാളികൾക്ക് പണിയാവും. 2, സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ പണം ഇറക്കുമ്പോൾ അത് നേരെ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കുമാണ്. അതോടെ വിലകൾ കൃത്രിമമായി പൊങ്ങും. പിന്നെ വിദേശ നിക്ഷേപകർക്ക് വേണ്ടത് ലാഭമാണ്. അവർക്കിവിടുത്തെ തൊഴിലില്ലായ്മയോ മറ്റു പ്രശ്നങ്ങളോ ഒരു വിഷയമേ അല്ല. ഇനി നമുക്കിതിൻ്റെ ഒരു ഹ്യൂമൻ സൈഡിലേക്ക് വരാം. ഈ സാമ്പത്തിക അവസ്ഥ കാരണം ഏറ്റവും കൂടുതൽ ഞെരുങ്ങുന്നതാരാണ്? അത് നമ്മുടെ മധ്യവർഗമാണ്. അവരുടെ വരുമാനം ആമയെപ്പോലെ പതുക്കെയാണ് നീങ്ങുന്നത്, പക്ഷേ ചെലവുകളോ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഈ ടേബിളിലോട്ട് നോക്കിക്കേ. സംഭവം വളരെ ക്ലിയറാണ്. കുട്ടികളുടെ പഠിപ്പ്, പെട്ടെന്ന് വരുന്ന ഹോസ്പിറ്റൽ കേസ്, പിന്നെ ഒരു വീട് വയ്ക്കാനുള്ള ചെലവ്, ഇതൊക്കെ കുതിച്ചുയരുക. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ശമ്പളം കൂടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകിൽ നമ്മൾ കടം വാങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചുരുക്കി ജീവിക്കേണ്ടി വരും. ഇതാണ് സത്യം. നമ്മുടെയൊക്കെ അച്ഛനമ്മമാരുടെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. പണ്ട് ഒരു നല്ല ഡിഗ്രി കിട്ടിയാൽ ഒരു സ്ഥിരം ജോലി കിട്ടുമായിരുന്നു. അതുവെച്ചൊരു വീട് വയ്ക്കാം, സമാധാനമായി ജീവിക്കാം. എന്നാൽ ഇന്നോ ഡിഗ്രി കഴിഞ്ഞാൽ കിട്ടുന്നത് മിക്കവാറും സ്ഥിരമല്ലാത്ത ഗിഗ് ജോലികളാണ്. ജീവിതം മൊത്തം EMIകളിലും കടത്തിലുമായി ഓടുന്നു. അവസാനം ബാക്കിയാവുന്നത് വലിയ ടെൻഷനും. ഇന്നത്തെ സാമ്പത്തിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്. നിങ്ങൾ ശമ്പളത്തെ മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ സാമ്പത്തികമായി പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഓഹരികൾ, ഭൂമി, ബിസിനസ് തുടങ്ങിയ ആസ്തികൾ, അതായത് അസറ്റ്സ് ഉള്ളവർ കൂടുതൽ സമ്പന്നരാകും. കാരണം പണപ്പെരുപ്പത്തേക്കാൾ വേഗത്തിൽ വളരുന്നത് ഈ ആസ്തികളാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കാം. ഈ സാമ്പത്തിക സിസ്റ്റം ദീർഘകാലത്തേക്ക് നിലനിൽക്കുമോ? ഇന്ത്യയുടെ വളർച്ച എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടിത്തറ ശരിക്കും അത്ര ശക്തമാണോ? അതിന് വിള്ളലുണ്ടോ? ഇതാണ് ഇന്ത്യയുടെ വളർച്ചാ കഥയിലെ ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ്. വെറും GDP നമ്പറുകൾ മാത്രം നോക്കിയാൽ എല്ലാം സൂപ്പറാണ്, നമ്മൾ വളരുകയാണ്. പക്ഷേ സമൂഹത്തിലേക്ക് നോക്കിയാലോ, ഈ വളരുന്ന അസമത്വം വലിയൊരു പ്രശ്നമാണ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഈ വളർച്ചയൊന്നും അധികകാലം നിലനിൽക്കില്ല. ഈ വളർച്ചയുടെ അടിത്തറയിൽ അപകടകരമായ ചില വിള്ളലുകളുണ്ട്. ഒന്നാമത്തേത് തൊഴിലില്ലായ്മയാണ്. GDP വളരുന്നു, പക്ഷെ ജോലികളുണ്ടാകുന്നില്ല. രണ്ടാമത്, രാജ്യത്തെ കച്ചവടം നടക്കുന്നത് ഏറ്റവും പണക്കാരായ 10-20% ആൾക്കാരെ ആശ്രയിച്ചാണ്. സാധാരണക്കാരനാണെങ്കിലോ അവരുടെ സമ്പാദ്യം കുറയുകയും കടം കൂടുകയുമാണ്. ഇതെല്ലാം ചേരുമ്പോൾ സംഭവം അത്ര നല്ലതിനല്ല പോകുന്നത്. ശരി, ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇനി കുറച്ച് പ്രാക്ടിക്കലായ കാര്യങ്ങൾ സംസാരിക്കാം. ഈ വിവരങ്ങളെല്ലാം വെച്ച് ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എങ്ങനെയാണ് ഈ സാമ്പത്തിക വാർത്തകളെ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത്? ഇതൊരു സ്മാർട്ട് ട്രേഡറുടെ ചിന്തയാണ്. GDP കണക്കുകൾ മോശമാവുമ്പോൾ ഉടനെ പേടിച്ച് കയ്യിലുള്ളതെല്ലാം വിൽക്കാൻ ഓടേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ GDP നമ്മളെ സഹായിക്കും. പക്ഷേ GDP വളരുന്നു എന്ന് കേട്ട് ചാടിക്കയറിയൊന്നും വാങ്ങാനും പോകരുത്. ചുരുക്കി പറഞ്ഞാൽ GDP ഒരു സിഗ്നലല്ല, അതൊരു പശ്ചാത്തലം മാത്രമാണ്. ഈ ചാർട്ട് കണ്ടോ? ഇതാണ് ഫേക്ക് ഗ്രോത്ത് എന്ന് പറയുന്നൊരു ട്രാപ്പ്. സംഗതി സിമ്പിളാ. ന്യൂസിൽ പറയും GDP 8% വളർന്നേന്ന്. നമ്മൾ വിചാരിക്കും കൊള്ളാലോന്ന്. പക്ഷേ ആ സമയത്ത് നാട്ടിലെ വിലക്കയറ്റം, അതായത് പണപ്പെരുപ്പം 6% ആണെങ്കിലോ? അപ്പോൾ ശരിക്കുള്ള വളർച്ച എത്രയാ? 8-ൽ നിന്ന് 6 പോയാൽ വെറും 2%.
അതുകൊണ്ട് ഈ വലിയ തലക്കെട്ടുകളിലെ നമ്പറുകൾ കണ്ട് നമ്മളങ്ങ് വീണു പോവരുത്. GDP റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. ഈ വളർച്ച എവിടെന്നാ വരുന്നത്? ആളുകൾ കടം വാങ്ങി സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ടാണോ? എങ്കിൽ അത് അധികകാലം നിലനിൽക്കില്ല. 2. ഏതൊക്കെ സെക്ടറുകളാണ് വളരുന്നത്? എല്ലാ മേഖലയും ഒരുപോലെ വളരുന്നില്ല. 3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രേഡിംഗ് സിഗ്നലല്ല, മാർക്കറ്റിന്റെ ഒരു ജനകീയ ധാരണ കിട്ടാനുള്ള ടൂൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് അത്ര സുഖകരമല്ലാത്ത 4 സത്യങ്ങളായി ഒന്ന് ചുരുക്കി പറയാം. ഇതാണ് ഒന്നാമത്തെ സത്യം. രാജ്യത്തെ സമ്പത്തിന്റെ ഭൂരിഭാഗവും കുറച്ചുപേരുടെ കയ്യിലേക്ക് പോകുമ്പോൾ അവർ ആ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. ഇത് മാർക്കറ്റിനെ ഉയർത്തുന്നു. അതായത് മാർക്കറ്റ് ഉയരുന്നത് സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിന്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ല, മറിച്ച് അതൊരു പ്രധാന കാരണമാണ്. രണ്ടാമത്തെ സത്യം. പണ്ട് ശമ്പളം മാത്രം മതിയായിരുന്നു ജീവിക്കാൻ. ഇന്നല്ല അവസ്ഥ. ഇപ്പോൾ യഥാർത്ഥ സമ്പത്ത് വരുന്നത് ആസ്തികൾ, അതായത് അസറ്റ്സ് സ്വന്തമാക്കുന്നതിലൂടെയാണ്. ഈ മാറ്റം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് മധ്യവർഗം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നത്. മൂന്നാമത്തെ സത്യം ഇതാണ്. GDP വളർച്ചയെന്ന കണക്ക് കള്ളമൊന്നുമല്ല, അത് ശരിയാണ്. പക്ഷേ ആ വളർച്ചയുടെ ഗുണം കിട്ടുന്നത് സമൂഹത്തിലെ വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ്. ഈ അസന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ പ്രശ്നം. നാലാമത്തെയും അവസാനത്തെയും സത്യം. ഇത് പ്രത്യേകിച്ച് നിക്ഷേപകർക്കുള്ളതാണ്. മാർക്കറ്റിനെ ശരിക്കും ചലിപ്പിക്കുന്നത് പത്രങ്ങളിലെ തലക്കെട്ടുകളല്ല, മറിച്ച് സിസ്റ്റത്തിലുള്ള പണത്തിന്റെ ഒഴുക്കും മാർക്കറ്റിന്റെ ഘടനയുമാണ്. ഇത് മനസ്സിലാക്കുന്നവർക്കേ കളിയിൽ ജയിക്കാൻ പറ്റൂ. അപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. പണക്കാർ കൂടുതൽ പണക്കാരാവുകയും മധ്യവർഗം കൂടുതൽ ഞെരുങ്ങുകയും ചെയ്യുന്ന ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ അവസാനം ആരൊക്കെയാവും പിടിച്ചു നിൽക്കുക? നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം എന്തായാലും ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.